ചെറുകുട്ടാവ് ശ്രീ ധർമ്മശാസ്ത്ര ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 2025 മാർച്ച് 29, 30, 31 തീയതികളിലായി. ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവർത്തനങ്ങൾ 2016 ഡിസംബർ 4 തൊട്ട് ആരംഭിച്ച നാൾ മുതൽ ഇതുവരെ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് ആണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ഈ നിലയിൽ പുനരുദ്ധാരണത്തിന് തയ്യാറാക്കി നിർത്താൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ക്ഷേത്രത്തിനടുത്തായി കുട്ടാവ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറ് വശത്തായും ശ്രീ വയനാട്ട് കുലവൻ ദേവസ്ഥാനം കിഴക്ക് വശത്തായും തെക്ക് ഭാഗത്തൂടെ വളപട്ടണപ്പുഴയും അതിരിടുന്ന ഒരു കൊച്ചു പ്രദേശമാണ് ഈ ചെറുകുട്ടാവ്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്തിലെ പെരോളത്തോറമ്പ് പോസ്റ്റിൽ വരുന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമം. ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ എല്ലാ നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് അനന്യൂതം ലഭിച്ചിട്ടുണ്ട്. അതിന് എല്ലാ നാട്ടുകാരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലായാലും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉദയം ഇവിടെ സമാഗതമാവുന്നു. ഒരു ഗ്രാമത്തിൻ്റെ ചൈതന്യ സ്ഥിരാകേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഗ്രാമത്തിൻ്റെ രക്ഷാകേന്ദ്രങ്ങളാണ് ഗ്രാമക്ഷേത്രങ്ങൾ. ക്ഷേത്രം ചൈതന്യധന്യമായി പരിലസിക്കുമ്പോൾ ആ ഗ്രാമത്തിനു മുഴുവൻ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന വേളയിലുള്ള തന്ത്രിയുടെ സങ്കല്പം അങ്ങനെയാണ്. ലോകാനുഗ്രഹ ഹേത്വത്വം. എന്തിനാണ് ക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുന്നത്? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എന്നല്ല. പിന്നെയോ ലോകാനുഗ്രഹ ഹേത്വത്വം. മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി, മുഴുവൻ സമൂഹത്തിനും വേണ്ടി, മുഴുവൻ സമൂഹത്തിൻ്റെയും ക്ഷേമത്തെയും അഭ്യുദയത്തെയും ലക്ഷ്യമാക്കി ഈ കർമ്മം ഇവിടെ നിർവഹിക്കുന്നു എന്നതാണ് പ്രതിഷ്ഠാവേളയിലെ തന്ത്രിയുടെ പ്രധാനമായ സങ്കല്പം. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന, പ്രതിഷ്ഠിക്കപ്പെടുന്ന ഗ്രാമക്ഷേത്രങ്ങൾ, ഗ്രാമങ്ങളുടെ മുഴുവൻ ചൈതന്യ സ്ഥിരാകേന്ദ്രമായ ക്ഷേത്രങ്ങൾ എപ്പോഴെപ്പോഴാണോ ഉദ്ധരിക്കപ്പെടുന്നത്, ചൈതന്യധന്യമായി നിലകൊള്ളുന്നത്, ആചരണങ്ങൾക്ക് വീഴ്ചയില്ലാതെ നിലകൊള്ളുന്നത്, അപ്പോഴൊക്കെ ആ ഗ്രാമങ്ങളിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളുടെ ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. ക്ഷേത്രത്തിന്റെ ഭൗതിക ഘടനയുടെ നിർമ്മിതിയുടെ ശാസ്ത്രമാണ് ശില്പശാസ്ത്രം. ശില്പശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ വിശ്വകർമ്മ്യം എന്ന ഗ്രന്ഥത്തിൽ വിശ്വകർമാവാണ് ശില്പശാസ്ത്രത്തിന്റെ ഒരു അധൂർത്തി. അങ്ങനെയുള്ള ആ വിശ്വകർമ്മ വിരചിതമായ വിശ്വകർമ്മ്യത്തിൽ ക്ഷേത്രശില്പത്തെ കുറിച്ച് ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥ എന്നിങ്ങനെ പറഞ്ഞ് ഗോപുരം ദേവപാദം സ്യാദ്യതേ ലക്ഷണം ശുഭം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഒരു മനുഷ്യ ശരീരത്തിന്റെ വ്യവസ്ഥാപിത രൂപത്തിലുള്ള നിർമ്മിതിയാണ് ക്ഷേത്രം എന്നർത്ഥം. ഗർഭഗൃഹമാണ് ശിരസ്, ഗോപുരം പാദമാണ്. അപ്പൊ അതുവരെയുള്ള ഓരോ ഘടകങ്ങളെയും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി താതാത്മ്യപ്പെടുത്തി വിശ്വകർമ്മ്യം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥം, ശില്പശാസ്ത്ര ഗ്രന്ഥം വിവരിക്കുന്നു. ഗർഭഗ്രഹം ശിരഭോക്തം അന്തരാളം മുഖം തഥ എന്നിങ്ങനെ തുടങ്ങി ഗോപുരം ദേവപാദം സ്യാദ്യതേ ലക്ഷണം ശുഭം. അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തിന്റെ നേർപകർപ്പായ ക്ഷേത്രശില്പത്തിൽ, പ്രപഞ്ച ശരീരത്തിന്റെയും നേർപകർപ്പായ ക്ഷേത്രശില്പത്തിൽ ദേവതയുടെ ചൈതന്യത്തെ സാന്നിധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ ദേവതാ ചൈതന്യത്തെ സാന്നിധ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണോ മനുഷ്യന്റെ ശരീരവും ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവനും എന്നതുപോലെയാണ്, എങ്ങനെയാണോ ഈ സമഷ്ടി പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന ആ പരമമായ ചൈതന്യത്തിന്റെ സ്വരൂപം എന്നതുപോലെയാണ് ക്ഷേത്രശില്പത്തിൽ ദേവതാ സാന്നിധ്യം. തന്ത്രശാസ്ത്രം വളരെ വ്യക്തമായി അത് പറയുന്നു. ദേവോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. ദേഹത്തെ ദേവാലയം എന്ന് പറയുന്നു.
ദേഹം ഈസ് ഈക്വൽ ടു ദേവാലയം. ദേവാലയത്തിന്റെ ബിൽഡിംഗ് സ്ട്രക്ചർ, ഫിസിക്കൽ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിന് സമാനമാണ്. ജീവോ ദേവ സദാശിവ. ആ ദേവാലയത്തിൽ കുടികൊള്ളുന്ന ദേവതാ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവ ചൈതന്യത്തിന് സമാനമാണ്. ദേവോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. ഇപ്രകാരം ദേവതാ ചൈതന്യത്തിന് സാന്നിധ്യപ്പെടുത്തുന്നതിന് ആധാരമായ ശാസ്ത്രം തന്ത്രശാസ്ത്രം. ആ തന്ത്രശാസ്ത്രത്തിന്റെ അതോറിറ്റി ആയ തന്ത്രിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുക. ആ പ്രതിഷ്ഠയ്ക്ക് വേദികയാകുന്ന ക്ഷേത്രമാകുന്ന ശരീരം, ആ ബിൽഡിംഗ് സ്ട്രക്ചർ ശില്പശാസ്ത്രത്തിന്റെ സങ്കേത പദ്ധതി അനുസരിച്ചാണ് നിർമ്മിക്കുക. അത് നിർവഹിക്കുന്നത് ശില്പിയാണ്, വാസ്തു വിദ്യാവിദഗ്ധനാണ്. ഈ രണ്ടു കാര്യങ്ങളെയും സമന്വയിപ്പിച്ച് ശരീരവും ജീവനും പോലെ, ദേഹവും ജീവനും പോലെ നിലകൊള്ളുന്ന ആ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ പരിമിതികളോ വരാതെ നിലകൊള്ളാൻ, അത് കണ്ടറിഞ്ഞ് പരിഹരിക്കാനാണ് മൂന്നാമത്തെ ശാസ്ത്രം. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ കഴിയും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയെ എങ്ങനെ കാണും? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയെ കാണുന്ന കണ്ണാണ് നമ്മുടെ ബുദ്ധി. ബുദ്ധിമാന്മാരെ നമ്മൾ ക്രാന്തദർശികൾ എന്നാണ് പറയുക. എന്താ കാര്യം? ബുദ്ധിമാന്മാർക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയും. സാധാരണക്കാർ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ബുദ്ധിമാന്മാർ അവരുടെ ബുദ്ധി തീവ്രത കൊണ്ട്, ബുദ്ധി തീക്ഷ്ണത കൊണ്ട് കാണുന്നു. അപ്പോ ധീ എന്ന സംസ്കൃത വാക്കിന് രണ്ടർത്ഥമാണ്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് ഒരർത്ഥം, ധീ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് ഒരർത്ഥം, കാഴ്ച എന്നാണ് ഒരർത്ഥം. അപ്പോൾ ബുദ്ധി കൊണ്ട് കാണാൻ കഴിയാത്തതാണെങ്കിലോ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ബുദ്ധി കൊണ്ട് കാണാം, ബുദ്ധി കൊണ്ടും കാണാൻ കഴിയാത്തതോ, ബുദ്ധി കൊണ്ടും കാണാൻ കഴിയാത്തവയെ കാണാനുള്ള പദ്ധതിയാണ് വേദത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന ജ്യോതിഷശാസ്ത്രം. വേദത്തിന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജ്യോതിഷശാസ്ത്രമാണ്. അപ്പോൾ ജ്യോതിഷശാസ്ത്രം അതിന്റെ സങ്കേത പദ്ധതി ക്ഷേത്രത്തില് അത് ആവിർഭവിക്കുമ്പോൾ, ക്ഷേത്രത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ ദേവപ്രശ്നം, ആ ജ്യോതിഷത്തിന്റെ സങ്കേത പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായേക്കാവുന്ന പോരായ്മകളെയും പരിമിതികളെയും മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ തന്ത്രശാസ്ത്രവും ശില്പശാസ്ത്രവും ജ്യോതിഷശാസ്ത്രവും സമന്വയിക്കും. ഈ മൂന്ന് ശാസ്ത്രങ്ങളും സമന്വയിച്ചുകൊണ്ടാണ്, വാസ്തവത്തിൽ ഇവയോടൊപ്പം മനഃശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സൈക്കോ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റുകളാണ് ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ, അങ്ങനെയുള്ള ചൈതന്യ ശിലാകേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ അവയുടെ യഥാവിധിയുള്ള ചൈതന്യ ധന്യതയിൽ പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ആ ചൈതന്യ പ്രസരണം നാം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിലൂടെ വ്യക്തിയും സമൂഹവും സമഗ്രമായ ഉയർച്ചയിലേക്ക് പ്രയാണം ചെയ്യും.